بسم الله الرحمن الرحيم آمنوا بالله ورسوله وأنفقوا مما جعلكم مستخلفين فيه فالذين آمنوا منكم وأنفقوا لهم أجرا كبيرا. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വഫുകൾ ഒന്ന് പൂർത്തിയാക്കിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പലയിടത്തും വിടവ് കാണുന്നുണ്ട്. സ്വഫ് പൂർത്തീകരണം നമ്മുടെ ജുമുഅയുടെയും ജമാഅത്തിൻ്റെയും ഒക്കെ കൃത്യതയ്ക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഭൗതിക ജീവിതത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും ആവശ്യമായ ഒരുപാട് കാര്യങ്ങളെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട രണ്ടെണ്ണമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സ്വത്തുക്കളും അതേപ്രകാരം നമ്മുടെ സന്താനങ്ങളും എന്ന് പറയുന്നത്. ഏതൊരു അനുഗ്രഹത്തിനും പരീക്ഷണത്തിൻ്റെതായ ഒരു വശം ഉണ്ട്. കാരണം അത് അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ ഔദാര്യവും അവൻ്റെ കാരുണ്യവുമാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം മനസ്സിലാക്കി വരുന്നത് നമുക്കറിയാം, നമ്മുടെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുറേ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സംസാരത്തിലെ മര്യാദ, അതേപ്രകാരം അങ്ങാടികളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആധുനിക കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളായ നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അഥവാ സമ്പത്തിൻ്റെ ചതിക്കുഴികളെ കുറിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, സമ്പത്തും സന്താനങ്ങളും അല്ലാഹു ഒരു പരീക്ഷണമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായം 26-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്നത്തുൻ വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം. നിങ്ങൾ അറിയണം, മനുഷ്യരുടെ ശ്രദ്ധയെ തട്ടിയുണർത്തിക്കൊണ്ടാണ് അല്ലാഹു ഈ ഒരു ആയത്ത് അവതരിപ്പിക്കുന്നത്. ഏലമൂന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം. അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തും അതേപ്രകാരം നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. ഫിത്നത്തിന് പരീക്ഷണം എന്ന് പറയാറുണ്ട്, കുഴപ്പം എന്ന് പറയാറുണ്ട്, ഒക്കെ ഉണ്ട്. ഏത് അർത്ഥത്തിലെടുത്താലും ഇത് രണ്ടും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, അല്ലാഹുവിൻ്റെ അടുക്കലാണ് വമ്പിച്ചതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സമ്പത്ത് ഒരു ശാപമോ അല്ലെങ്കിൽ തിന്മയോ അല്ല. അത് ഒഴിവാക്കിയാൽ വ്യക്തിക്കോ സമൂഹത്തിനോ ജീവിതമില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അന്ത്യനാളിൽ മനുഷ്യന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ തീരുമാനിക്കുന്ന വിഷയത്തിൽ സമ്പത്തിനും സന്താനങ്ങൾക്കും സ്ഥാനമുണ്ട്. ഇത് രണ്ടും മനുഷ്യർക്ക് വേണ്ടതാണ്, അത്യാവശ്യമാണ്.
എന്നാൽ ഇവ രണ്ടുമാണ് നാളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അവസാനമായ പരലോകത്തെ നിർണയിക്കുന്ന, അവിടുത്തെ അവസ്ഥകളെ തീരുമാനിക്കുന്ന രണ്ട് വിഷയങ്ങളെന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ പാരിത്രിക ജീവിതത്തിലെ ഗുണവും ദോഷവും തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അള്ളാഹു സ്വീകരിച്ച ഒരു നിലപാടാണ്. നമുക്കറിയാം, അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ, പ്രധാനമായ ഈ സമ്പത്ത് എന്ന് പറയുന്നത്, അത് ഉള്ളവർ വിചാരിക്കുന്നുണ്ട് അത് തൻ്റേതാണെന്ന്. പക്ഷേ അത് ആരുടെയും കുത്തകയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെതാണ്. അവൻ്റെ ഇഷ്ടപ്രകാരം അത് ചില ആളുകളുടെ കൈകളിലേക്ക് അള്ളാഹു അത് വീതിച്ചു കൊടുത്തു എന്നു മാത്രം. ഞാൻ സാധാരണ വിഷയം പറയുമ്പോൾ പറയാനുള്ള ഒരു ഉദാഹരണമുണ്ട്. നാട്ടിലെ റേഷൻ ഷാപ്പ്. റേഷൻ ഷാപ്പിന്റെ മുതലാളി പറയൽ എന്താ വെച്ചാൽ, ഞാനാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അരി കൊടുക്കണത്. മുപ്പരാ ഒരു കെച്ചപ്പിലാണ്. ഞാൻ ഇവിടെ ആരെങ്കിലും റേഷൻ ഷാപ്പ് നടത്തുമെങ്കിൽ ഓരെ കുറ്റപ്പെടുത്താനല്ലോ പറയേണ്ടത്. അഥവാ സർക്കാർ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും പദാർത്ഥങ്ങളും ഒരു റേഷൻ കടക്കാരനെ ഏൽപ്പിക്കുന്നുണ്ട്. അയാളുടെ കീഴിൽ എത്ര കാർഡ് ഉടമകളുണ്ടാവും. ആ കാർഡ് ഉടമകൾക്ക് സർക്കാർ അലോട്ട് ചെയ്യുന്ന ഭക്ഷണവും അതേപ്രകാരം മറ്റ് ഭക്ഷ്യവസ്തുക്കളുമൊക്കെ ആ റേഷൻ കടക്കാരനെ ഏൽപ്പിക്കല്ല. നമ്മൾ കാർഡ് കൊണ്ട് ചെന്നാൽ മഞ്ചേരി നമുക്ക് നേരിട്ട് നമ്മൾ സർക്കാരിന് ഗവൺമെന്റിന് സാധനം കിട്ടൂലല്ലോ. ഇതേ പ്രകാരമാണ് ഒരു കാർഡ് ഉടമ എപ്പോഴാണോ അയാളെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത്, ആ കൊടുക്കാൻ ആ റേഷൻ ഷാപ്പിന്റെ ഉടമ ബാധ്യസ്ഥനാണ്. അനക്കിവിടെ അല്ല എന്ന് പറയാൻ ആ റേഷൻ ഷാപ്പിന്റെ ഉടമക്ക് അധികാരമില്ല എന്നർത്ഥം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൈകളിലുള്ള സമ്പത്തും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ. അത് ചില ആളുകൾക്ക് അള്ളാഹു ഒരു തോതനുസരിച്ച് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റിലുണ്ട്, നമ്മുടെ കൈകളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ ആധാരത്തിലുണ്ട്, നമ്മുടെ അക്കൗണ്ടുകളിലുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എന്താണെന്ന് വെച്ചാൽ സമ്പത്തിനോടുള്ള ആർത്തി എന്ന് പറയുന്നത് ഒരിക്കലും തീരുകയില്ല. അതൊരു പെരുകിയ കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും തനിക്ക് സമ്പാദിക്കണം എന്നുള്ള ഒരു ചിന്തയുമായിട്ടാണ് ആളുകൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ നാം സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. അത് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെയായിരിക്കണം. ഇന്നിപ്പോ നമുക്കറിയാം, പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ഏത് ഹറാമുകളും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം മാനം വിറ്റിട്ടായാലും വേണ്ടില്ല, എനിക്ക് പണക്കാരനാകണം എന്നുള്ള ചിന്ത, അത് ആരാണ്ടത് മോഷ്ടിച്ചിട്ടായാലും വേണ്ടില്ല, തനിക്കെങ്ങനെങ്കിലും പണമുള്ളവനായി മാറണം എന്നുള്ള ഒരു ചിന്ത മനുഷ്യ കുലത്തിലെ ഒരുപാട് ആളുകൾക്ക് പിടികൂടിയപ്പോ നമുക്കറിയാം, നാട്ടിൽ വലിയ സാമ്പത്തികമായ അരാജകത്വം ഉടലെടുക്കുന്നുണ്ട്. മനുഷ്യന് എത്ര കിട്ടിയാലും മതി വരാത്തവനാണ്. സാഗരങ്ങളിലെ തിരമാലകൾ കണക്കെ ഒന്നിനു പിറകെ മറ്റൊന്നായി തിരമാല വരുന്നത് പോലെ പണത്തിനോടും സമ്പത്തിനോടുമുള്ള ആർത്തി മനുഷ്യന്മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും കിട്ടിയവൻ അത് മതിയാവുകയില്ല. 1000 ഉള്ളവന് അത് 2000 ആക്കണമെന്ന ചിന്തയാണ്. 10,000 ഉള്ളവർ അത് ലക്ഷങ്ങളാക്കണമെന്നുള്ള ചിന്തയാണ്. അങ്ങനെ എത്രത്തോളം സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം സമ്പാദിക്കാം. സമ്പാദിക്കുന്ന ഒരിക്കലും ഇസ്ലാം എതിരല്ല. പക്ഷേ സമ്പാദിക്കുന്നിടത്ത് ചില മാനദണ്ഡങ്ങളുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹം, സമ്പത്തിനോടുള്ള ആർത്തി, പണത്തിനോടുള്ള മോഹം,
അത് ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ അഹബ്ബ യകൂന ലഹു വാദിയാൻ വലൻ യംലഉ ഫാഹു ഇല്ല തുറാബ്. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ, ഒരു മനുഷ്യന് ഒരു താഴ്വാരം നിറയെ സ്വർണമുണ്ടെങ്കിലും രണ്ടാമത്തെ ഒരു താഴ്വാരം കൂടി തനിക്ക് സ്വന്തമാക്കണമെന്നുള്ള ചിന്തയിലാണ്. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, അവന്റെ ആ അമിതമായ മോഹമുണ്ടല്ലോ, മണ്ണിന് മാത്രമേ അവന്റെ ആഗ്രഹം സഫലീകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവന്റെ വായിലേക്ക് മണ്ണ് വീഴുന്ന സമയത്തെ അത് തീരുള്ളൂ. അഥവാ കബറിൽ പോയി കിടന്നാലേ മനുഷ്യന്മാരുടെ ആർത്തി അവസാനിക്കുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഹദീസിന്റെ സാരാംശം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലിൽ മാലി ദറാവത്തുൻ കദറാവത്തിൽ ഹംരി, ഒരു മദ്യപാനിക്ക് മദ്യപിക്കും തോറും മദ്യത്തിനോടുള്ള ആസക്തി വർദ്ധിക്കുന്നത് പോലെയാണ് സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ. അവന് ഉണ്ടാകും തോറും ധാരാളമായി വർധനവുണ്ടാകണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി ഏത് ഹറാമുകളും മനുഷ്യന്മാർ ചെയ്യുമെന്ന് മഹാനായ ഉമർ പറയുന്നത്, മദ്യപാനിയുടെ സമാനമാണ് അവൻ. മദ്യപാനിക്ക് മദ്യപാനത്തെ ഒഴിവാക്കാൻ കഴിയില്ല. എത്ര വിചാരിച്ചാലും വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ വഴുതിപ്പോകും. ഇതുപോലെയാണ് സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സമ്പത്തുണ്ടാക്കുന്നതിന് ഒരിക്കലും ഇസ്ലാം എതിരല്ല. അത് അനുവദനീയമായ മാർഗത്തിലൂടെയാകണമെന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹോദരങ്ങളെ, നമ്മുടെ കൈകളിലുള്ള സമ്പാദ്യം, സമ്പത്ത്, നമ്മുടെ പണം, അത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതല്ല. ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അൽ മാലു മാലുള്ള, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെതാണ്. വൽ ഇൻസാനു മുഖ്തലിഫുൻ ഫീഹി, മനുഷ്യനെ അള്ളാഹു ആ സമ്പത്തിന്റെ കൈകാര്യകർത്താക്കളാക്കി എന്തുമാത്രം. അപ്പോ ചിലപ്പോൾ എന്ന് വെച്ചാൽ നാട്ടിലുള്ള 1, 2, 3 പണക്കാരുടെ കയ്യിൽ നിക്ഷിപ്തമായിരിക്കും ആ സമ്പത്ത്. നമ്മളിങ്ങനെ തോന്നും, മറ്റേയാൾക്ക് എത്രങ്ങാനും സമ്പത്താണ് അള്ളാഹ് കൊടുത്തത്. തമാശക്ക് പറയലുണ്ട്, അള്ളാഹു ഓനെ വരച്ച വടിയുണ്ട് നമ്മളൊന്ന് എറിഞ്ഞാൽ മതി. ഇനി എന്താ അറിയോ, എന്നാൽ കുറച്ചെങ്കിലും അതിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താമായിരുന്നു എന്ന് ആളുകൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കയ്യിൽ എത്ര മാത്രമാണോ മിച്ചമായി ബാക്കിയുള്ളത് അത് അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ളൂ. അതെന്തുകൊണ്ടാ? അതങ്ങനെയാണ്. റബ്ബ് ഓരോരുത്തർക്കും ഒരു ഖദർ അനുസരിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, ആമനൂ ബില്ലാഹി വറസൂലിഹി, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക. വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, അവൻ നിങ്ങളെ ഏതൊന്നിന്റെ പ്രാതിനിധ്യം നൽകപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ഏതൊന്നിന്റെ പ്രാതിനിധ്യം നൽകിയിരിക്കുന്നുവോ, ഏതൊന്നിനെ നിങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നുവോ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം, കെട്ടിപ്പൊട്ടി വെക്കാനുള്ളതല്ല എന്ന് മാത്രം. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കൈകളുടെ സമ്പത്ത്, നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ പണം, നമ്മുടെ കറൻസി, നമ്മുടെ ബാങ്ക് ബാലൻസുകൾ, അത് അല്ലാഹു താൽക്കാലികമായി നമ്മളെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അൻഫിഖു, നിങ്ങൾ ചെലവഴിക്കണം കേട്ടോ, അത് കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല. വല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റൻ കബീറ,
നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചിലവഴിക്കണം. എന്നാൽ നിങ്ങളിൽ നിന്ന് ആര് വിശ്വസിക്കുകയും ചെലവഴിക്കുകയും ചെയ്തുവോ അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. അപ്പോ സമ്പത്തിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കണം എന്നാ. നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയണില്ല. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോ എനിക്ക് സമ്പത്ത് ഉണ്ടാകുന്നത് എന്റെ ജോലി കൊണ്ടാവാം. ആ ജോലി എന്നിപ്പോൾ സബബാണ്, ഒരു കാരണമാണ്. എനിക്ക് അല്ലാഹു സമ്പത്തിന്റെ ആധിക്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും ഇത്ര നിന്റെ അക്കൗണ്ടിലേക്ക് വരണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്താൻ ചില കാരണങ്ങൾ ഉണ്ടാകും. അതെന്റെ ജോലിയാവാം, എന്റെ ബിസിനസ് ആവാം, എന്റെ ഇടപെടലുകളാവാം. അങ്ങനെ ആ എത്തുന്ന സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, നിനക്ക് നാം നൽകിയത് നിങ്ങൾ ചെലവഴിക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ നമുക്ക് തോന്നും, അള്ളാഹു സമ്പത്ത് ഒരാൾക്ക് കൂടുതൽ നൽകുന്നതും ഒരാൾക്ക് വളരെ കുറച്ച് നൽകുന്നതും അയാളോടുള്ള ഇഷ്ടത്തിൻ്റെയും അയാളോടുള്ള ഇഷ്ടക്കേടിൻ്റെയും നിമിത്തമായിക്കൊണ്ടാണ് എന്ന്. സത്യത്തിൽ അങ്ങനല്ല. സമ്പത്ത് കൊണ്ട് എന്താണോ അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ളത് അതേ സംഭവിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നമുക്ക് ഇത്ര തരണമെന്ന് അള്ളാഹ്ക്ക് തീരുമാനം ഉണ്ടാവും. നിങ്ങൾക്കറിയോ, ഭൂമി ലോകത്ത് പിറന്നു വീണ ഒരു മനുഷ്യനും അവസാനത്തെ വറ്റ് അവന്റെ വായിലേക്ക് എത്താതെ ഒരാളെയും അള്ളാഹ് മരിപ്പിക്കൂല. അത് കിട്ടിയേ അവൻ ഈ ഭൂമി ലോകത്തുനിന്ന് പോകൂ. ഇത്ര ലിറ്റർ വെള്ളം അവന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ വെള്ളം കുടിച്ചിട്ടേ മരിക്കൂ. വാപ്പ മരിക്കാൻ സമയത്ത് കുഞ്ഞുമോളോട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചിട്ടാ മരിച്ചത്. ആ ഒരു ഗ്ലാസ് വെള്ളം അയാൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയതാ. അതുകൊണ്ട് കുഞ്ഞുമോളോട് വാങ്ങി കുടിച്ചിട്ട് അയാൾ പോകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെയാണ് സമ്പത്തിന്റെയും കാര്യം. അള്ളാഹു എനിക്ക് എത്രയാണോ കദറാക്കിയിട്ടുള്ളത്, ആ കദറാക്കിയത് അള്ളാഹുവിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്റെ കൂട്ടക്കാരൻ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, അയാളോട് അള്ളാഹ്ക്ക് പ്രത്യേകമായ സ്നേഹമാണ്. എന്നോട് അള്ളാഹ്ക്ക് എന്തോ വെറുപ്പാണ്. അല്ല സഹോദരങ്ങളെ, നിനക്കതു മതി എന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. കാരണം എന്താണെന്നറിയോ? സമ്പത്ത് കൊണ്ട് നശിച്ചവരും സമ്പത്ത് കൊണ്ട് പരലോകം വാങ്ങിയവരും രണ്ടുപേരുടെയും ചരിത്രം വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിലുമുണ്ട്. നമുക്കറിയാമല്ലോ, സമ്പത്ത് കൊണ്ട് നശിച്ചുപോയ വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു മൂസാ നബിയുടെ കാലത്ത്. അദ്ദേഹത്തിന്റെ പേര് ഖാറൂൻ മുതലാളി എന്നാണ്. സംഭവം വിവരിക്കാൻ സമയമില്ല. എന്നാൽ സമ്പത്ത് കണ്ടിട്ട് അതുകൊണ്ട് കണ്ണു മഞ്ഞളിക്കാതെ യഥാർത്ഥ ഈമാനിൽ പിടിച്ചു നിന്ന അള്ളാഹുവിന്റെ പ്രവാചക സഹാബി ഉണ്ടായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബിയുടെ കൂടെ പള്ളിയിരിക്കുകയാണ്. അപ്പോഴതാ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. തോൽ കൊണ്ട് കഷ്ണം വെച്ച ഒരു പുതപ്പല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ ദേഹത്തില്ലായിരുന്നു. തോൽ കൊണ്ട് കഷ്ണം വെച്ച ഒരു പുതപ്പല്ലാതെ അദ്ദേഹത്തിന്റെ ദേഹത്തില്ല. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഓർത്ത് കരഞ്ഞുപോയി എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കുന്നു. ആരായിരുന്നു മിസ്അബ്? മിസ്അബിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആ കാലഘട്ടത്തിലെ മക്കയിലെ ഏറ്റവും വലിയ സുന്ദരനായ ഒരു യുവാവാണ്. ഏറ്റവും വില കൂടിയ അത്തറും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു മിസ്അബ് എന്നാണ്. മിസ്അബ് വീട്ടിൽ നിന്നിറങ്ങിയാൽ കിലോമീറ്ററുകൾക്കപ്പുറം അദ്ദേഹം പൂശിയ അത്തറിന്റെ പരിമളം ലഭിക്കുമായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീടുകളിൽ നിന്ന് പെൺകൊടിമാർ ഇറങ്ങി നിൽക്കാറുണ്ടായിരുന്നു. അത്രയും സുഖനായ മിസ്അബ്. ആ മിസ്അബിന് ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകൻ പള്ളിക്ക് വരുന്ന കാഴ്ച കാണുകയാണ്.
എപ്പോഴാണെന്നറിയോ? അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം വലിയ സമ്പത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ വാപ്പയും അദ്ദേഹത്തിന്റെ കുടുംബവും സാമ്പത്തികമായി നാട്ടിലെ ഏറ്റവും വലിയ, നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, ലക്ഷങ്ങളുള്ളവൻ ലക്ഷപ്രഭുവാണ്, കോടികളുള്ളവൻ കോടീശ്വരനാണ് എന്നൊക്കെ പറയാറുള്ളത് പോലെ അക്കാലത്ത് ഏറ്റവും സാമ്പത്തികമായി ഉന്നതമായ നിലവാരം പുലർത്തിയ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വിശ്വാസിയായതിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിലേക്ക് വരുന്ന കാഴ്ചയാണ് ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹു വിശദീകരിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടിട്ട് പ്രവാചകൻ കരഞ്ഞുപോയി എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അദ്ദേഹം രാവിലെ ഒരു വസ്ത്രവും വൈകുന്നേരം മറ്റൊരു വസ്ത്രവും ധരിക്കും. മുമ്പിൽ നിന്ന് ഒരു ഭക്ഷണത്തളിക മാറ്റുമ്പോഴേക്ക് അതിലേറെ മെച്ചപ്പെട്ട ഭക്ഷണത്തളിക അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെടുമായിരുന്നു. അതെല്ലാം ഒഴിവാക്കിയിട്ട് അവസാനം ഇസ്ലാമിന്റെ തണലിലേക്ക് വന്നപ്പോ മുസ്അബ് കുടുംബത്തിൽ നിന്ന് ബഹിഷ്കൃതനായി ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് മുസ്അബ് മാറുകയാണ്. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, സമ്പത്ത് കണ്ടിട്ട് കണ്ണു മഞ്ഞടിക്കാത്തതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു. ആ മുസ്അബ് ഉഹുദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയായി ചേതനയേറ്റ് കിടക്കുന്ന കാഴ്ച അള്ളാഹുവിന്റെ പ്രവാചകൻ കാണുകയാണ്. ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച് യുദ്ധം ചെയ്ത് അവസാനം ഷഹീദായി കിടക്കുക. ആ സമയത്ത് റസൂൽ പറയാ, മുസ്അബ്, അല്ലയോ മുസ്അബേ, ലഖദ് റഅയ്തുക ബിമക്ക, മക്കയിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. വമാ ബിഹാ അറകുൻ ഹല്ല വലാ അഹ്സനു ലിമ്മാ മിൻക. മുസ്അബേ, താങ്കളെ പോലെ മിനുസമുള്ള നല്ല മുന്തിയ തരം വസ്ത്രം ധരിച്ച, അതേപ്രകാരം മനോഹരമായ തലമുടിയുള്ള ഒരാളെയും മക്കയിൽ ഞാനന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ നീയാണല്ലോ ഇപ്പോൾ ഈ ഒരു പുതപ്പിനുള്ളിൽ ജടകെട്ടിയ മുടിയുമായി കിടക്കുന്നത് എന്ന് പറഞ്ഞ ആ മുസ്അബിന്റെ ചരിത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണെന്നറിയോ? മുസ്അബിന് അത്ര മതി എന്നുള്ള തീരുമാനിച്ചതാ. ആ മുസ്അബിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഫൻ ചെയ്യാൻ നേരത്ത് രണ്ട് തലയും കൂട്ടിമുട്ടാൻ പറ്റിയ രൂപത്തിലുള്ള വസ്ത്രം കിട്ടാതെ അവസാനം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ തല മൂടുക, കാലിന്റെ ഭാഗത്ത് നിങ്ങൾ പുല്ല് വെച്ച് കെട്ടുക എന്ന് പഠിപ്പിച്ച് മറമാടിയ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈറിന്റെ തറവാട്ടിൽ പണമില്ലാത്തത് കൊണ്ടല്ല. കണ്ടോ, പണം കൊണ്ട് കണ്ണ് മഞ്ഞടിച്ചു പോകാത്ത, നശിച്ചു പോകാത്ത സഹാബിയുടെ ചരിത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഖാറൂന്റെ ചരിത്രം നേരെ തിരിച്ചാണ്. അദ്ദേഹം പറഞ്ഞതെല്ലാം എന്റെ ഇൽമു കൊണ്ട്, എന്റെ വിജ്ഞാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ച ചെയ്തത് അല്ലേ? സമ്പത്ത് കൊണ്ട് നശിച്ചവരുമുണ്ട്, നശിക്കാത്തവരുമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടയിൽ സാമ്പത്തികമായ മേഖലകളിൽ പലരും പല തട്ടിലാണ് നിൽക്കുന്നത്. നല്ല സാമ്പത്തികമായ പദ്ധതിയുള്ളവരുണ്ട്, ഇടത്തരമായ സാമ്പത്തികമുള്ളവരുണ്ട്, സാമാന്യം ഭേദപ്പെട്ട നിരക്ക് തിരക്കേടില്ലാത്ത രീതിയിലുള്ള സമ്പത്തിന് ഉടമകളുണ്ട്. അതേ സമയത്ത് അന്നന്നത്തെ വക കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്, ഒന്നുമില്ലാത്ത പട്ടിണി പാവങ്ങളുമുണ്ട്. ഈ നിലക്കെല്ലാം അല്ലാഹു ആളുകൾക്കിടയിൽ സാമ്പത്തികമായ ഒരു സന്തുലിതാവസ്ഥ ഏർപ്പെടുത്തിയത് ഇല്ലാത്തവരോടുള്ള ദേഷ്യം കൊണ്ടോ ധാരാളമായി ഉള്ളവരോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. അതിനൊക്കെ കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അള്ളാഹു പഠിപ്പിക്കുന്നു, വലോ ഈ ബസത്തല്ലാഹു റിസ്ക ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാഉ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീറ. അള്ളാഹു തന്റെ ദാസന്മാർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുത്തിരുന്നെങ്കിൽ ഭൂമിയിൽ അവർ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു എന്നാണ്. നോക്ക് നിങ്ങൾ, അള്ളാഹ് എല്ലാവരും ഒരേപോലെ സാമ്പത്തികമുള്ളവരാക്കുക. അത് അള്ളാന്റെ ഒരു നടപടിക്രമല്ല. എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു സമ്പത്ത് കൊടുക്കണമെങ്കിൽ ദുനിയാവിൽ അത് മുഖേന അവർ അക്രമം പ്രവർത്തിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു യുനസ്സിലു ബിഖദരി മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ചില ഖദറനുസരിച്ച് അള്ളാഹു അത് ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നഹു ബിഇബാദിഹി ഖബീറൻ ബസീറ,
അള്ളാഹു അവന്റെ അടിമകളെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. എന്നെപ്പറ്റി അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. സമ്പത്തുണ്ടായാലുള്ള അവസ്ഥ എന്താകും, ഇല്ലാഞ്ഞാലുള്ള അവസ്ഥ എന്താകും, റബ്ബ് കൃത്യമായിട്ട് അറിയുന്നവനാണ്. അതിനനുസരിച്ച് തന്നെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളൂ. നമുക്ക് നൽകാതിരുന്നിട്ടുമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എനിക്കുള്ളതെല്ലാം അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്, ഇനി നാളെ മുതൽ ഞാൻ പണിക്കൊന്നും പോണില്ല എന്ന് വിചാരിച്ചിരിക്കാനും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, "യഅ്മൽ ദുനിയാക കഅന്നക തഈശു അബദ വഅ്മൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദ." നോക്കൂ നിങ്ങൾ, ഈ അമല്ലി ദുനിയാക്ക, നീ ദുനിയാവിന് വേണ്ടി അധ്വാനിച്ചോ, പ്രവർത്തിച്ചോ, ഉണ്ടാക്കിക്കോ. എങ്ങനെ? ഈ ദുനിയാക്ക കഅന്നക തഈശു അബദ, കാലാകാലം ദുനിയാവിൽ ജീവിക്കുന്നവനാണ്, കുറെ കാലം ഇനിയുണ്ട് എന്നുള്ളൊരു ബോധം എനിക്ക് ഉണ്ടായിക്കോട്ടെ, ഉണ്ടാക്കിക്കോ. വഅ്മൽ ലിആഖിറതിക, അതോടൊപ്പം നിന്റെ ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിച്ചോ. കഅന്നക തമൂതു ഗദ, ഞാൻ നാളെ തന്നെ മരിക്കും എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ഉണ്ടാക്കിക്കോന്ന്. അപ്പൊ ഉണ്ടാക്കണം, സമ്പത്തുണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കണം. എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് അതൊരു 10 രൂപ നാണയത്തിന്റെ തുട്ടാണെങ്കിലും ആ നാണയത്തുട്ട് എനിക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം സഹോദരങ്ങളെ നാം അത് ഉപയോഗിക്കാൻ. അല്ലാണ്ട് റസൂല് പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞു, അദ്ദേഹം സുദീർഘമായി യാത്ര ചെയ്തവരെ പോലുണ്ട്. അവന്റെ മുടികളൊക്കെ ജടകുത്തിയിട്ടുണ്ട്, വസ്ത്രമാകെ അഴുകിയിട്ടുണ്ട്, യാത്രാ ക്ഷീണമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അല്ലാഹുവിനെ കൈകൊട്ടി പ്രാർത്ഥിക്കുന്നു, യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ. എന്നിട്ട് റസൂൽ ചോദിച്ചു, ആ യാ റബ്ബി എന്നുള്ള വിളി കൊണ്ട് എന്ത് കാര്യമുള്ളത്, എന്ത് കാര്യമാണുള്ളത്? അവന്റെ സമ്പാദ്യം മുഴുവനും ഹറാമാണ്, അവൻ കഴിച്ച ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്, അവൻ കുടിച്ച പാനീയം ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹറാമായ പൈസ കൊണ്ടാണ്, അവൻ ധരിച്ച വസ്ത്രം ഹറാമിൻ്റെതാണ്. അങ്ങനെ അവന്റെ തടിയും അവന്റെ ശരീരവും അവന്റെ ശിരകളിലൂടെ ഓടുന്ന രക്തവും മുഴുവനും ഹറാമിന്റെ മാർഗത്തിലൂടെ ഉണ്ടായതാണെങ്കിൽ പിന്നെ എവിടുന്നാ അന്നാ യുസ്തജാബു ലഹു, അവന് എവിടുന്നാ പിന്നെ അള്ളാഹു ഉത്തരം കൊടുക്കുക? സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ട വിഷയമാണിത്. ഇന്ന് നോക്കൂ, നിങ്ങൾ സമൂഹത്തിൽ സാമ്പത്തികമായി അരാജകത്വം നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇഷ്ടം പോലുണ്ട്, എല്ലാ നിലക്കുണ്ട് അല്ലേ? ആരാന്റെ പണം വാങ്ങിയിട്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ച് 1-2 മാസങ്ങൾ ലാഭം കൊടുത്ത് പിന്നീട് ആ മുതലുമില്ല, മുടക്ക മുതലുമില്ല, ലാഭമില്ലാതെ ആരാന്റെ മക്കളെ എത്തിങ്കാനിലാക്കി പോകുന്ന ധാരാളക്കണക്കിന് ആളുകളെ കാണാൻ സാധിക്കുന്നു. നമ്മൾ ആലോചിക്കണം, എൻ്റെ കയ്യിലുള്ള പൈസ അതിലേക്ക് വല്ല ഹറാമും കടന്നുകൂടിയിട്ടുണ്ടോ? ആരാന്റെ ഹക്ക് അത് കൊടുത്തു വിട്ടാതെ എൻ്റെ അക്കൗണ്ട് കിടക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ സഹോദരങ്ങളെ നാം പ്രാർത്ഥിക്കുന്നത്? ആർക്കാണ് നമ്മുടെ നമസ്കാരം വേണ്ടത്? ചില ആളുകളുണ്ട്, എല്ലാ കള്ളക്കടത്തിലും അവര് അഗ്രഗണ്യന്മാരായിരിക്കും, മാസാമാസം ഉംറക്ക് പോകും. ആർക്ക് വേണോ അത് ഉംറ? അപ്പൊ ഞാൻ പറയുന്നത്, സമ്പത്തിന്റെ ചതിക്കുഴികളെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ഹുതുബകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വഭാവ സംസ്കരണം നമ്മൾ ഏറെക്കുറെ പറഞ്ഞു തീർന്നിട്ടില്ലെങ്കിലും ഇനി സാമ്പത്തികമായ കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. സംസാരിക്കാനും അത് കേൾക്കാനുമുള്ള തൗഫീക്ക് നിങ്ങൾക്കും എനിക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, സാമ്പത്തിക മേഖലയിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നാം കാത്തു സൂക്ഷിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഖുതുബയിലൂടെ സംസാരിക്കാം. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികവുമായൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യപൂർണമായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. പലരും അസുഖബാധിതരായിക്കൊണ്ട് കിടപ്പിലാണ്.
ഇന്നും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മകൾ വളരെ അത്യാസന്ന നിലയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു ഈ മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമുക്കറിയാം, യുപിയിലുണ്ടായ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വെടിവെപ്പും മറ്റു പ്രയാസങ്ങളുമൊക്കെ. സഹോദരങ്ങളിൽ, അത്തരം സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു അങ്ങനെ ഷഹീദായ ആളുകൾ യഥാർത്ഥ ഈമാനിലാണ് അവർ ഉള്ളതെങ്കിൽ അല്ലാഹു അവർക്ക് ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.